മച്ചാന്മാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിന്നൊരു KSRTC സ്വിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പോലത്തെ സാധനമാണ്. നന്നായിട്ട് ഇടിച്ച് തെറിച്ച് അവശതയായിട്ട് കിടക്കുവാണ്. അത് ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റാണ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നേക്കുന്നത്. സംഭവം റീസ്റ്റോർ ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമ്മുടെ ഗ്യാരേജ് അത്രയ്ക്ക് സൗകര്യങ്ങളില്ലാത്ത കാരണം നമ്മൾ നമ്മുടെ ശശികണ്ഠൻ്റെ ഗ്യാരേജിലോട്ടാണ് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. അവിഞ്ഞ കണ്ടീഷനാണ്. എയർ ഡോറൊക്കെ ഉള്ള വണ്ടിയാണ്, ഫ്രണ്ടിലും ബാക്കിലും. അത്യാവശ്യം സെറ്റപ്പ് വണ്ടി, നല്ല ടേണിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവരാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നേരെ ലൈക്ക് അടിച്ച് പവർ ആക്കിയോ ഗൈസ്. ഇതാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിക്കകത്തോട്ട് കയറുവാണ്. എന്നിട്ട് നേരെ നമുക്ക് പോയേക്കാം. ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, അത് നമുക്ക് പിന്നെ കയറ്റാം. നമ്മൾ വണ്ടി ഓണാക്കി നേരെ പോവാണ് ഗൈസ്. അതേ നമ്മൾ ഇച്ചിരി കാറ്റൊക്കെ അകത്തോട്ട് കയറട്ടെ. നമുക്ക് ആ മുകളിലത്തെ ഡോറൊക്കെ അങ്ങ് തുറന്നിട്ടേക്കാം. നേരെ പോവാണ്. നമ്മൾ ആൾക്കാരെ ഇപ്പം കയറ്റണ്ട ഗൈസ്. ആൾക്കാർ കയറ്റിയാൽ നമ്മൾ ഗാരേജൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ പാടാണ്. അപ്പോൾ നമ്മൾ നേരെ സൈഡ് വഴി പോവാണ്. ഇച്ചിരി നീക്കിയിട്ട് എടുക്കാമായിരുന്നു. സാരമില്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഗാരേജ്. വലിയ ടൂറിസ്റ്റൊക്കെ നന്നാക്കണ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് നേരെ ഈ വണ്ടി അങ്ങ് കൊണ്ടിട്ട് നന്നാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ നേരെ പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കിക്കോ. അപ്പോൾ നമ്മുടെ വണ്ടി അത്യാവശ്യം 61 കൂടുതൽ സ്പീഡ് പോകുന്നില്ല ഗൈസ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും തേർഡ് ഗിയറിലോട്ട് ഇട്ടിട്ടും 61 കൂടുതൽ പോകുന്നില്ല. അത് നല്ല എൻജിനൊക്കെ നല്ല ഇടിച്ച് തെറിച്ച കണ്ടീഷൻ ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് പോകാൻ. എവിടെ നിന്നൊക്കെയോ നല്ല ഇടിയൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. സാരില്ല. അപ്പോൾ നമുക്ക് നേരെ ഇച്ചിരി പെട്രോൾ അടിക്കണോ? പെട്രോൾ എത്രയുണ്ട്? 153 ലിറ്ററുണ്ട്. ഫുൾ ടാങ്ക് ഉണ്ടായതെന്ന് ഞാൻ തോന്നുന്നു. അപ്പം നമ്മൾ പെട്രോൾ അടിക്കണ്ട, നേരെ പോയേക്കാം. അപ്പോൾ ഈ KSRTC സ്വിഫ്റ്റ് വെച്ചുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ KSRTC ഏകദേശം നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അങ്ങ് അറ്റത്തൊരു വർക്ക്ഷോപ്പാണ് കാണുന്നത്. അതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. നേരെ അങ്ങോട്ട് ഓടിച്ച് കയറ്റിയേക്കാം. യൂട്ടേണൊക്കെ ഉണ്ടല്ലോ. ഇവിടുന്ന് ഇവിടെ നിന്നല്ല, അപ്പുറത്തു നിന്നാണ് തിരിക്കേണ്ടത്. കുറച്ചുകൂടി പോകാനുണ്ട്. സ്ഥലം അങ്ങ് എത്തണില്ലേ? ഒന്നാമത്തെ തന്നെ ചളിങ്ങിയ വണ്ടിയുടെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ടാങ്കർ ലോറി കയറ്റാതെ അവൻ ആ വഴി തിരിഞ്ഞു പോയി. സാരില്ല, വലിയൊരു ഇടിയൊക്കെ കൊടുത്ത് പവറാക്കി വിടായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഗാരേജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അടുത്ത യൂട്ടേണിലാണ് നമ്മുടെ ഗാരേജ്. അതെ, അപ്പം നമ്മൾ വളച്ചു വിടുവാണ്. അവിടെ ഇരുന്ന ബോർഡും മറിച്ചിട്ട്. സാരമില്ല, കയറി ബോർഡ്. ഇതാണ് നമ്മുടെ ശശികണ്ഠൻ്റെ ഗാരേജ്. നേരെ കയറ്റിയേക്കാം. വണ്ടി അകത്തോട്ട് കയറ്റിയിട്ടേക്കാം. ഒരു വണ്ടി ടയറൊക്കെ ഇല്ലാതെ ജാക്കിയൊക്കെ വെച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. ടയർ മാറാനെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ 37,000 രൂപയാണ് ഇവിടെ വണ്ടി സർവീസ് ചെയ്യണതിന്. ഇച്ചിരി കൂടുതലായി പോയി. സാരില്ല. അപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വണ്ടി ഇവിടെ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് കഴുകുകയും കൂടി ചെയ്യണം. ഇച്ചിരി പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷിംഗ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയേക്കാം. അപ്പോൾ നമുക്ക് നേരെ വിട്ടേക്കാം ഗൈസ്. നമ്മുടെ വണ്ടി അത്യാവശ്യം കണ്ടീഷനായിട്ടുണ്ട്. 100% ഹെൽത്ത് ഉണ്ട്. ഫുൾ കണ്ടീഷനാണ് ഗൈസ്. ഇടിക്കാതെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കണ്ടീഷൻ പിന്നെയും ബാഡാവും. അപ്പോൾ നമ്മളിത് നേരെ പോവാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗൈസ് നമ്മുടെ വാഷിംഗ് സ്റ്റേഷൻ. ഇതുകൊണ്ട് ആ അറ്റത്തൊരു പമ്പ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ലൊക്കേഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് ഗൈസ്. അടുത്ത യൂട്ടേണിലാന്ന് തോന്നുന്നു. അല്ല, ഒരു ജംഗ്ഷൻ കൂടി കഴിയണം. എത്താറായി. അതിൻ്റെ ഇടയ്ക്ക് റെഡ് സിഗ്നൽ. നമ്മൾ വലിയ നിയമം തെറ്റിച്ചുള്ള പരിപാടിയൊന്നും ഇല്ലെന്നറിയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ റെഡ് സിഗ്നൽ നോക്കി തന്നെ നിൽക്കുക. കുറേ നേരം പോസ്റ്റ്. ഈ സമയം കൊണ്ട് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, വീഡിയോ സബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്ത് പവർ ആക്കുക ഗൈസ്. നമ്മൾ നേരെ പച്ചയായിട്ടുണ്ട്. നേരെ കത്തിച്ചങ്ങ് വിടുവാണ്. കത്തിക്കാനായിട്ടൊന്നുമില്ല. ഉണ്ട്. അതാണ് നമ്മുടെ വാഷിംഗ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ
അതത്ര ക്ലീൻ ആകത്തില്ല. അപ്പോൾ നമ്മളിത് മെഷീനിലോട്ട് കയറ്റുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ഇത് മെഷീനിൽ കയറ്റി വണ്ടി നല്ല അടിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഗൈസ്. അടി സക്കെ. ഇപ്പോഴാണ് വണ്ടി ആയത്. നേരത്തെ ഫ്രണ്ടൊക്കെ ഇടിച്ച് ചളുങ്ങി ചീഞ്ഞ് കിടക്കുമായിരുന്നു. ഇതാണ് ഇൻറ്റീരിയർ വ്യൂ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ. പിന്നെ ഫ്രണ്ട് വശം ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വണ്ടി വെച്ചുള്ള വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.